സുഹൃത്തുക്കളെ, രാവിലെ നീറ്റ് വണ്ടി എടുക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ ക്യാപ്പ് ഉണ്ട് താഴെ കിടക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക്. നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ ജസ്റ്റ് നോക്കിങ്ങൾ, വെള്ളം ഫുള്ള് ഐസായി കട്ട പിടിച്ച് ഇതേപോലെ ഉരുകി ഒലിച്ച് നമ്മളെ അടപ്പൊക്കെ പുറത്തേക്ക് തെറിച്ച് ഇതാ കിടക്കണുണ്ടോ. എൻ്റെ അമ്മോ, മൊത്തം എന്താ ഇതൊക്കെ ഇതിനടി കൂടെ ഒക്കെ കട്ടേ. ഇതുണ്ടോ ഈ സൈഡിൽ കൂടെ കണ്ടോ, ഇതിങ്ങനെ ആളിന്റെ വെൻ ലൈഫ് യാത്ര 32ാമത്തെ ദിവസം നമ്മൾ ലഡാക്കിൽ നിന്ന് തിരിച്ച് കാർഗിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ റോഡിലൂടെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിതാ തിരിച്ച് ശ്രീനഗർ പോണ റൂട്ടാണ്. ഈ നദീൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഒരു ഭാഗത്ത് കൂടെ റോഡ് ഇങ്ങനെ പോകണം, അതിൻ്റെ പക്കത്ത് കൂടെ ചെറിയൊരു നദി പോകുന്നുണ്ട്. എന്താ കാണാൻ ഭംഗി അറിയാം. അതിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് കണ്ടോക്കി. നല്ല അടിപൊളി ഫിനിഷിങ്ങും ഫുള്ള് മഞ്ഞും മറ്റേ ഐസായി നിൽക്കുന്നുണ്ട് അവിടെ കേട്ടോ. എന്ത് ഭംഗിയുള്ള കാഴ്ച. മിക്സഡ് വെജിറ്റബിൾ അണ്ട. ഹോട്ടലിന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വണ്ടി കയറിക്കൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. നല്ല ചോറാണ് കേട്ടോ, നല്ല ചോറും മുട്ടക്കറിയും. അവിടെ എന്താ വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല, വെള്ളം ഫുള്ള് ഇപ്പം ഉണ്ടോ. അപ്പോഴും വണ്ടീൻ്റെ മുകളിലത്തത് കട്ടായി കിടക്കാം. ഒലിച്ചിറങ്ങണോ. ഇപ്പോഴും കട്ടായി കിടക്കുക, ഒന്നും റെഡി ആയില്ല. അപ്പോൾ ഇതൊന്നും അലിയാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഏതായാലും അടുത്ത നേരം ശ്രീനഗർ ഇവിടെ ഒരു ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്നത്തെ പാസ് ഇവിടെ കാണിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്ത് വേണം പോകാനുണ്ടോ. റോഡുകളൊന്നും നോക്കിങ്ങൾ, എന്താ ഒരു ഭീകരാന്തരീക്ഷം അല്ലേ. ഒരു ഭാഗത്ത് ഐസ് ഇങ്ങനെ വരുന്നതാ. ഇവിടെ ഫുള്ള് പാറക്കെട്ട്, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ്. ആ ഒരു KGF ആ ഒരു ഇവിടെ ചെന്നൊരവസ്ഥ അല്ലേ. രണ്ട് മലേൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു റോഡ്, പലജാതി ഡിസൈനിലല്ലേ. മറ്റേ പുറ്റൊക്കെ നിൽക്കണ പോലെ മലകളിങ്ങനെ നിൽക്കാണ്ട്. ഒരു ഭാഗത്ത് ഈ മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട് ഭാഗത്തൊരു കറുപ്പ് കളർ. പല രീതിയിലാണ് ഇവിടുത്തെ മലകളും കുന്നുകളൊക്കെ കാണാം. എവിടെ ഒരു പച്ചപ്പില്ല, ഒരു പുല്ല് എവിടെ മുളച്ചില്ല. ആളെ ഒരു നദി മൊത്തം ഐസായി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടണാവോ, കാണുന്നുണ്ട്. ഒഴുകണമെന്നല്ല, ഫുൾ ഐസായി. അവസ്ഥ ചെയ്ത് നട്ടുച്ച 11:30, 2 മണി 2:15 എന്നിട്ടാണ് ഇപ്പോൾ ഈ നദി ഒഴുകാതെ കിടക്കണേ. എന്തോന്നും ഒഴുകിക്കൂടെ, അങ്ങനെ വെയിലിറക്കണില്ലേ. ലാൻഡ് തിരിച്ച് കാർഗിൽ പോണ റൂട്ടാണ് കേട്ടോ. കണ്ടോ, ഫുള്ള് കുന്നുമല, അതിൻ്റെ താഴെ ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ ചെറിയ നമ്മൾ ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ക്രിക്കറ്റ് കളിക്കാനൊക്കെ, അതേമാതിരി ഇവർ ഹോക്കി കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കോർട്ടാണ്. ഫുള്ള് ഐസിൽ കണ്ടോ, ഐസിൽ ആ പയ്യനങ്ങനെ നീന്തി പോകണ്ട, ചക്ര ഷൂ പോലെ ഒരു ബ്ലേഡ് പോലത്തെ ഒരു സംഭവം. അവർ ബാക്കിയുള്ള കളിക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തല്ലേ ഇവിടുത്തെ കളി രീതി. നമ്മുടെ നാട്ടിൽ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കേണ്ടവർ ഇവർ ഈ ഐസിൽ ഇങ്ങനത്തെ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ -ഡിഗ്രിയിൽ പുതപ്പിൻ്റെ ഒരു കടന്നിറങ്ങാതെ ഇവർ കളിക്കാനുണ്ടോ, അവർ സമ്മതിക്കണം. സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ വൈകുന്നേരം. നോക്കിങ്ങൾ ഫുള്ള് ലേറ്റ് ഇട്ട് പോകേണ്ട അവസ്ഥയാണ്. തിരിച്ച് കാർഗിലിൽ പോണ റൂട്ടാണ്. ആ മലേൻ്റെ മുകളിലൊക്കെ മഞ്ഞിങ്ങനെ വന്നു തുടങ്ങി. ഇനി നമ്മൾ സോർജില പാസ് വഴി പോയി കഴിഞ്ഞാൽ അവിടെ ആകെ അവിടെ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ത്രാസിലോ കാർഗിൽ വാർമൂലത്തിൻ്റെ അടുത്തെവിടെയും പെട്രോൾ കിട്ടുന്നത് ആൾട്ടാക്കും. എന്നിട്ടാണ് നമ്മൾ നാളെയാണ് ശ്രീനഗർക്ക് തിരിക്കുള്ളൂ കേട്ടോ. മറ്റേതെന്ന് വെച്ചാൽ ഇതേപോലെ റോഡ് സൈഡൊക്കെ കണ്ടോ, ഇപ്പോൾ തന്നെ ഐസാണ്. സോർജില പാസത്തിൽ നല്ല റോഡിൽ കംപ്ലീറ്റ് ഐസ് കയറുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പോണ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥയാണ് കേട്ടോ.
നല്ല ഐസായിട്ടുണ്ട് ഇപ്പോൾ തന്നെ.